CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെയും UDF-നെയും അപകീർത്തിപ്പെടുത്തി അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ പരീക്ഷണം നടത്തുന്നത്. പ്രധാനമന്ത്രി സഭയിൽ ഹാജരാകാത്തതും പങ്കെടുക്കാത്തതും ഒന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് അതിലൊരു ഘടക പാർട്ടി എന്ന നിലയിൽ അവർ ഈ സ്വീകരിക്കുന്ന സമീപനം പലപ്പോഴും BJP-യെ സഹായിക്കുന്ന നിലപാടാണ് ഡൽഹിയിൽ CPM സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പരസ്യമായി പാർലമെന്റിലല്ലേ പറഞ്ഞത്, ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഉള്ള പല ഇടപാടുകളുടെയും പാലമായി, പ്രത്യേകിച്ചും PM ശ്രീ പദ്ധതിയുടെ പാലമായി പ്രവർത്തിച്ചത് CPM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവായിട്ടുള്ള ബ്രിട്ടാസ് ആയിരുന്നു എന്ന് പറഞ്ഞത് പരസ്യമാണ്. അപ്പോൾ BJP-യെ ഏത് വിധേനയും പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായി പറയണം. രാഹുൽ ഗാന്ധിക്കെതിരായി പറഞ്ഞ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി BJP-യെ സഹായിക്കാനുള്ള CPM-ന്റെ പരമ്പരാഗതമായ തന്ത്രമാണ് ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇതൊരു പാലം പ്രവർത്തനത്തിന്റെ ഭാഗമാണ്.